ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. അങ്ങനെ നമുക്കിപ്പോൾ പതുക്കെ പുതിയ ജനറേഷൻ ഹോണ്ട അമേസിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും, ഇതൊക്കെ ഓട്ടോക്കാരൻ്റെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ ജനറേഷൻ അമേസ് വരികയാണ്. തേർഡ് ജനറേഷൻ മോഡലാണ് ഇനി വരാൻ പോകുന്നത്. 2013 ഫസ്റ്റ് ജനറേഷൻ അമേസ് ഹോണ്ട ഇറക്കിയത്. ആ ഒരു പ്ലാറ്റ്ഫോം, അതായത് അവർ പണ്ട് ഇറക്കിയ ബ്രിയോയുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന വണ്ടികൾ 3 ഉണ്ടായിരുന്നു. ആദ്യം ബ്രിയോ ഹാച്ച് ബാക്ക് ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ സെഡാനായിട്ട് അമേസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മൊബീലിയോ എന്ന് പറയുന്ന അതിൻ്റെ തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 7 സീറ്റർ MPV പോലത്തെ മോഡൽ ഉണ്ടായിരുന്നു. ഈ വണ്ടികളിൽ ഏറ്റവും സക്സസ്ഫുൾ ആയ വാഹനം തീർച്ചയായും അമേസ് തന്നെയാണ്. ബ്രിയോയ്ക്ക് അത്യാവശ്യം സക്സസ് കിട്ടിയെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും അത് ഔട്ട്ഡേറ്റഡ് ആയി. ആൻഡ് ഇതിനൊക്കെ ശേഷം അവർ സെക്കൻഡ് ജനറേഷൻ മോഡലായിട്ട് കൊണ്ടുവന്നത് ആകെ അമേസ് മാത്രമേ ഉള്ളൂ. 2018 സെക്കൻഡ് ജനറേഷൻ അമേസ് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നത്. ഇത് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ഇല്ലായിരുന്നു. ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് അവർ ഈ ഒരു വാഹനം ഇറക്കിയിരുന്നത്. എന്തായാലും സെക്കൻഡ് ജനറേഷൻ അമേസ് ഇന്ത്യയിൽ ഒരു വലിയ ഹിറ്റായി മാറി. ഹോണ്ടയ്ക്ക് മേജറായിട്ട് വോളിയൂംസ് കൊണ്ടുതരുന്ന ഒരു വാഹനമായിട്ട് അമേസ് മാറുകയും ചെയ്തു. സിറ്റി ആയിരുന്നു കുറേ കാലമായിട്ട് അവരുടെ വോളിയൂം സെല്ലർ കാറ്റഗറിയിൽ നിന്നിരുന്ന. 1998 മുതൽ സിറ്റി ഇവിടെ ഉണ്ട്. ആൻഡ് ഇത്രയും കാലമായിട്ട് സിറ്റി അവർ കൊണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ അക്കോർഡും അതുപോലെ നമ്മുടെ CR-V ഒക്കെ വന്നിരുന്നു. പിന്നെ സിവിക് ഉണ്ടായിരുന്നു. ഈ പറയുന്ന വണ്ടികളൊന്നും ഇപ്പോൾ ഇല്ല. 2020, 2021 ഒക്കെ ആയപ്പോഴേക്കും ഇതിൽ ഒരുപാട് മോഡൽസ് അവർ നിർത്തി. ആൻഡ് ആകെപ്പാടെ സിറ്റി അമേസ് മാത്രമാക്കി. അങ്ങനത്തെ ഒരു കണ്ടീഷനിലും ഹോണ്ടയെ പിടിച്ചു നിൽക്കാൻ സഹായിച്ച ഒരു വാഹനമാണ് അമേസ് എന്ന് പറയാം. ഇനിയിപ്പം വരാൻ പോകുന്നത് ഇതിൻ്റെ തേർഡ് ജനറേഷൻ മോഡലാണ്. ഈ വർഷം തന്നെ വരും കേട്ടോ. 2024 സെക്കൻഡ് ഹാഫിൽ ഈ ഒരു വാഹനം ലോഞ്ച് ആകും എന്നാണ് പറയുന്നത്. സെക്കൻഡ് ഹാഫ് ഫെസ്റ്റീവ് സീസൺ, അതായത് ഏകദേശം ദിവാലി ആ ഒരു ടൈം ഉണ്ടല്ലോ, അപ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് മിക്കവാറും ഈ ഒരു വാഹനം ഇവിടെ ലോഞ്ച് ആവുന്നത്. ആൻഡ് ഇതിനകത്ത് പറയത്തക്ക വ്യത്യാസങ്ങൾ എഞ്ചിൻ ഓപ്ഷൻസിലൊന്നും വരില്ല. പക്ഷേ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിൽ ഒരു വലിയ വ്യത്യാസം വരാൻ പോവുകയാണ്. കാരണം സെക്കൻഡ് ജനറേഷൻ മോഡൽ നമുക്കറിയാം പ്ലാറ്റ്ഫോം മാറി. Gen1 പ്ലാറ്റ്ഫോം ആയിരുന്നില്ല, ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അമേസിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വന്നിരുന്നത്. പക്ഷേ അതിനുശേഷം ഇനി വരാൻ പോകുന്ന തേർഡ് ജനറേഷൻ മോഡൽ സിറ്റിയുടെ പ്ലാറ്റ്ഫോം ആയിരിക്കും അവർ ഉപയോഗിക്കാൻ പോകുന്നത്. അതൊരു വലിയ സ്റ്റെപ്പപ്പാണ്. കാരണം ഇപ്പം ഈ ഒരു വാഹനം മാത്രമാണ് ഇൻഡിവിജ്വലായിട്ട് വേറൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. ബാക്കി ഹോണ്ട ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിറ്റി ആയിക്കോട്ടെ എലിവേറ്റ് ആയിക്കോട്ടെ, രണ്ടും സെയിം സിറ്റിയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്ന 2 വാഹനങ്ങളാണ്. ഇനിയിപ്പോൾ അമേസും കൂടെ സിറ്റിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പം ഇവർക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഈ വണ്ടി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊരു കാര്യം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അതെങ്ങനെയാണ് സിറ്റിയുടെ പ്ലാറ്റ്ഫോം കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കില്ലേ എന്ന്. പക്ഷേ സിറ്റിയുടെ പ്ലാറ്റ്ഫോം എക്സ്പെൻസീവ് ആണെങ്കിലും 3 വണ്ടികളും ഒരേ പ്ലാറ്റ്ഫോമിൽ വരുന്ന സമയത്ത് അവർക്കത് മാക്സിമം ലോക്കലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന കോമ്പണൻസ് ആണെങ്കിൽ പോലും കുറേയൊക്കെ ഒരുപാട് വണ്ടികളിൽ വരുമ്പം അതിൻ്റെ കോസ്റ്റ് മൊത്തത്തിൽ കുറയ്ക്കാൻ പറ്റും. അതിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബേസിക് നോളജ് ആണല്ലോ. ജസ്റ്റ് സിമ്പിളായിട്ട് പാർട്ട് ഷെയറിങ്ങിൻ്റെ കാര്യം ആലോചിച്ചാൽ മതി. മാരുതി സുസുക്കി എന്തോരം സാധനങ്ങളാണ് സെയിം പ്ലാറ്റ്ഫോമുള്ള വണ്ടികൾ ഉപയോഗിക്കുന്നതെന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു റീസൺ. സിറ്റിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് ആക്കുന്നത് കൊണ്ടും നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. പിന്നെ സിറ്റിയുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ അത്യാവശ്യം വേഴ്സറ്റൈൽ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ അകത്ത് അവരിപ്പം എലവേറ്റ് എന്ന് പറയുന്നൊരു SUV ഉണ്ടാക്കി. അതിന് വീൽ ബേസ് കുറച്ച് കൂടുതലാണ്. 2650 mm എലവേറ്റിന് വീൽ ബേസ് ഉണ്ട്. സിറ്റിയുടെ വീൽ ബേസ് 2600 mm ആണ് വരുന്നത്. അമേസിന് എന്തായാലും ആ റേഞ്ചിലൊന്നും വീൽ ബേസ് ഉണ്ടാവില്ല. കാരണം പറഞ്ഞു വരുമ്പം ഇതൊരു സബ് 4 മീറ്റർ കോമ്പാക്ട് സെഡാൻ ആണല്ലോ. ഇപ്പോൾ ഉള്ള അമേസിൻ്റെ വീൽ ബേസ് 2470 mm ആണ്. എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷൻ വരുമ്പം 2500 mm അടുത്തൊക്കെ അവരിതിൻ്റെ വീൽ ബേസ് പിടിച്ചു പോകാൻ ആലോചിക്കുമായിരിക്കുന്നത്. പിന്നെ എന്തായാലും സിറ്റിയുടെ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നല്ല രീതിയിൽ തന്നെ നമുക്കത് അവൈലബിൾ ആയിരിക്കും. ഇപ്പോഴും അമേസ് സ്പേസിൻ്റെ കാര്യത്തിൽ അങ്ങനെ മോശമായിട്ട് നിൽക്കുന്ന ഒരു വാഹനമൊന്നുമല്ല. പിന്നെ സബ് 4 മീറ്റർ ആണ്. അതിൻ്റേതായിട്ടുള്ള പാക്കേജിങ്ങിലുള്ളൊരു വ്യത്യാസം ഉണ്ടാകും. കാരണം സിറ്റിയിൽ കൊടുക്കുന്ന അത്രയും സ്പേസ് അവർക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടി അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസ് മാനേജ്മെൻറ്റ് ഹോണ്ട തീർച്ചയായും ചെയ്യും. അതിപ്പം ജാസ് എടുത്ത് നോക്കിയാൽ തന്നെ മതി. ആ ഒരു സബ് 4 മീറ്റർ കാറ്റഗറിയിലെ ഹാച്ച് ബാക്കിന് ഓൾമോസ്റ്റ് സിറ്റിയിൽ കിട്ടിയത്രയൊക്കെ സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കി ആസ്പെക്ട്സിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ചും കൂടി ഒരു സ്റ്റെപ്പ് പ്രതീക്ഷിക്കാം. കാരണം ഇതൊരു പുതിയ ജനറേഷൻ മോഡൽ ആയതുകൊണ്ടും ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഡിസൈനൊക്കെ മൊത്തത്തിൽ മാറും. അതിപ്പോൾ Gen1, Gen2 അമേസ് എടുത്ത് നല്ല വ്യത്യാസം ഉണ്ടല്ലോ. അതുപോലെ തന്നെ ആയിരിക്കും Gen3 മോഡലിൻ്റെയും കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഫീച്ചേഴ്സ് നമുക്ക് കൂടുതലും എലവേറ്റിലും അതുപോലെ തന്നെ സിറ്റിയിലൊക്കെ കിട്ടുന്ന സാധനങ്ങളായിരിക്കും കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും എലവേറ്റിലൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന ഹെഡപ്പ് ഡിസ്പ്ലേ പോലുള്ള, ഹെഡപ്പ് അല്ല, മറ്റേ ശരിക്കുള്ള ഹെഡ് ഡിസ്പ്ലേ അല്ല, ഇൻഫോടൈം സിസ്റ്റം തന്നെ ഇൻഡിവിജ്വലായിട്ടൊരു പാനലിൽ നിൽക്കുന്ന ഹെഡ് പോലെ നിൽക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടുമായിരിക്കും. അതുപോലെ പിന്നെ ഓട്ടോ AC പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് അമേസിൽ അവൈലബിൾ ആണല്ലോ. അതൊക്കെ തീർച്ചയായും ഉണ്ടാകും. പിന്നെ വേണമെങ്കിൽ ഹോണ്ടയ്ക്ക് ഒരു ചേഞ്ചിന് സൺറൂഫും കൂടെ കൊടുക്കാം. അത് കൊടുക്കുന്ന ഉറപ്പൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമല്ലോ. പിന്നെ 2021 ഈ വാഹനത്തിനൊരു ഫേസ് ലിഫ്റ്റ് കിട്ടിയായിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ ഒരു ക്രൂസ് കൺട്രോളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ ഇനി വരികയാണെങ്കിലും നമുക്കങ്ങനെ ഒരു പുതിയ ഫീച്ചറായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല.
പിന്നെ എഞ്ചിൻ ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് കുറച്ച് കാലമായിട്ട് അമേസിലാകപ്പാടെ 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് ഐവിടെക് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ മാത്രമേ കിട്ടുന്നുള്ളൂ. പറഞ്ഞു വരുമ്പം വളരെ പവർഫുൾ ഒന്നുമല്ല. 90 bhp 110 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ സൈസും വെയിറ്റും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇത്തിരി അണ്ടർപവേർഡായിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നും. കാരണം ലോ RPMലൊക്കെ ഈ എഞ്ചിൻ്റെ പവർ അത്യാവശ്യം വളരെ മോശമാണ് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് CVT ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പെട്ടെന്നുള്ള ഓവർടേക്കിംഗ് ഒക്കെ കുറച്ച് ടൈം എടുത്തിട്ട് ഈ വണ്ടിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. CVTക്ക് ആണെങ്കിലും ഇത് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ആയതുകൊണ്ടും അതുപോലെ 1.2 ലിറ്റർ ആയതുകൊണ്ടും നല്ല രീതിയിൽ തന്നെ നമുക്ക് റബ്ബർ ബാൻഡ് എഫക്റ്റ് അനുഭവപ്പെടും. അതുകൊണ്ട് ഹൈ RPMൽ പോയാലും വണ്ടി അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചെടുത്തുകൊണ്ട് പോകണം എന്നൊന്നുമില്ല, കുറച്ച് ടൈം എടുക്കും വലിച്ച് കയറാനായിട്ട്. ഈവൻ മാനുവലിലാണെങ്കിലും നമ്മൾ കുറച്ച് റബ്ബ് ചെയ്തെടുത്താൽ മാത്രമേ നമ്മൾ കുറച്ച് ആകാശത്തേക്ക് കയറ്റി RPM ആക്കിയാലേ ഈ വണ്ടിക്ക് ആ ഒരു ഗെറ്റ് ഗോ നമുക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് ഇനീഷ്യലി മുതലുള്ള നല്ലൊരു പവർ ഡെലിവറി ഒന്നും പ്രതീക്ഷിക്കരുത്. ഇത് ഈ ഒരു 1.2 ലിറ്റർ എഞ്ചിൻ വന്ന് മിക്ക വണ്ടികളിലും പ്രശ്നമായിരുന്നു, എക്സെപ്റ്റ് നമ്മുടെ Gen 1 ബ്രിയോയിൽ എഞ്ചിൻ നല്ലായിരുന്നു. വണ്ടിയുടെ വെയിറ്റും സൈസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ വണ്ടികളിലേക്കൊക്കെ വരുമ്പോൾ ഈ ജനറേഷൻ, അതായത് അമേസ്, ജാസ്, WRV ഈ പറഞ്ഞ വണ്ടികളിലൊക്കെ കുറച്ച് മോശമാണ് പവർ ഡെലിവറി. പിന്നെ ഇതിൻ്റെ അകത്ത് 2021 വരെ ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഹോണ്ട അത് നിർത്തി. 2022 നമുക്ക് BS 6.2 അപ്ഡേറ്റ് വന്നല്ലോ. അപ്പോഴാണ് ഈ പറയുന്ന ഡീസൽ എഞ്ചിൻസൊക്കെ ഹോണ്ട നിർത്തിയത്. അത് സിറ്റിയിലും ഉണ്ടായിരുന്നു. അവർ ആ 1.5 IDTech ഡീസൽ സിറ്റിയിലും അവർ നിർത്തി. അത് നമുക്ക് BS 6.2 അപ്ഡേറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എലിവേറ്റിലും അവരൊരു ഡീസൽ എഞ്ചിൻ കൊണ്ടുവന്നേനെ. പക്ഷേ എന്തായാലും കിട്ടിയില്ല, അത് അതിൻ്റെ പാട്ടിന് പോയി. ഇനിയിപ്പോൾ സിറ്റിയുടെ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ വേറൊരു വലിയ അഡ്വാൻറ്റേജ് വരാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസിലാണ്. കാരണം നമുക്കറിയാം സിറ്റിയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന, ഇപ്പം സിറ്റി ആണെങ്കിലും അതുപോലെ എലവേറ്റ് ആണെങ്കിലും രണ്ട് വണ്ടികളുടെയും റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഈവൻ റൈഡ് ക്വാളിറ്റി എടുക്കുകയാണെങ്കിലും അത്യാവശ്യം മോശപ്പെട്ട റോഡുകളൊക്കെ സ്മൂത്തായിട്ട് വണ്ടി പോകും. ആൻഡ് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ആണെങ്കിൽ പോലും വളരെ നല്ലതാണ്. കോർണറിംഗ് കേപ്പബിലിറ്റീസ് ഒക്കെ നല്ലതാണ്. അമേസിൻ്റെ കേസിൽ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ആവറേജ് ആണ്, കോർണറിംഗ് കേപ്പബിലിറ്റി ആവറേജ് ആണ്, സ്റ്റിയറിംഗിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ആണെങ്കിലും മൊത്തത്തിൽ ആ ഒരു ആസ്പെക്റ്റിൽ ആവറേജ് ആയിട്ടുള്ളൊരു വാഹനമാണ്. നല്ലതായിട്ട് പറയാൻ പറ്റുന്ന റൈഡ് ക്വാളിറ്റി ആണ്. കാരണം റൈഡ് ഈ വണ്ടിയുടെ വളരെ സോഫ്റ്റ് സസ്പെൻഷൻ ആയതുകൊണ്ട് വളരെ കുഷ്ണിയായിട്ടുള്ള റൈഡാണ്. നമ്മളിപ്പോൾ അത്യാവശ്യം മോശപ്പെട്ട റോഡുകളിലൂടെയൊക്കെ പോവുകയാണെങ്കിലും ചെറിയ സ്പീഡിൽ ഈ വണ്ടി അത്യാവശ്യം നന്നായിട്ട് ഗ്ലൈഡ് ചെയ്ത് പോകും. പക്ഷേ വേറൊരു പ്രശ്നമുള്ളത് സസ്പെൻഷൻ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കയറുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വണ്ടി നന്നായിട്ട് താന്നു പോകുന്ന ഒരു പ്രവണത കണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി തെട്ടുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഈ വണ്ടികളിലുണ്ട്. എന്തായാലും പുതിയ ജനറേഷൻ വരുമ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർ സോൾവ് ചെയ്യും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ആൻഡ് കുറച്ചും കൂടെ കോർണർ ഫ്രണ്ട്ലിയൊക്കെ ആക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു അമേസ്. പറഞ്ഞു വരുമ്പോൾ ഇതൊരു ഫാമിലി കാറായിട്ട് ഉപയോഗിക്കാം. പക്ഷെ എന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഹോണ്ട പൊതുവെ അങ്ങനെ കോസ്റ്റ് കട്ട് ചെയ്യാതിരുന്നതാണ്. പക്ഷേ അമേസിലാണ് അവർ അങ്ങനെ ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തായാലും പുതിയ മോഡൽ വരുന്നുണ്ട്, അതിൻ്റെ അകത്ത് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവട്ടെ എന്ന് വിചാരിക്കാം. ഈ വാഹനത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയുക. പിന്നെ നമുക്ക് ഈ വർഷം തന്നെയാണ് പുതിയ ജനറേഷൻ ഡിസയറൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ അതുമായിട്ട് തന്നെയായിരിക്കും ഈ വാഹനത്തിൻ്റെ മെയിൻ കോമ്പറ്റീഷൻ എന്നും പറയാം. എന്തായാലും ഗൈസ്, ഇതാണ് പുതിയ ജനറേഷൻ അമേസിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.